KVS ആറാം ഘട്ട പോളിംഗ് കൂടി അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു ഘട്ട തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണോ നിൽക്കുന്നത്? കാര്യങ്ങളൊക്കെ മാറി മറിയുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് വളരെ ശക്തമാണല്ലോ ശ്രീ KVS. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഹിസ്റ്റോറിക് എലക്ഷൻ. ഞാൻ ഹിസ്റ്റോറിക് എന്ന വാക്ക് വളരെ വളരെ ആലോചിച്ച് ഉപയോഗിച്ചത് തന്നെയാണ്. 77പോലെ 77 പോലെയല്ല, അതിനേക്കാൾ അപ്പുറം 984 രാജീവ് ഗാന്ധിക്ക് നേടാൻ കഴിയാതിരുന്ന നേട്ടം ഇത്തവണ നരേന്ദ്രമോദിക്ക് കിട്ടും. പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്ത് കാര്യമായ പ്രതിപക്ഷമില്ലാതിരുന്ന കാലഘട്ടത്തില് നടന്ന കേൾക്കൂ, പണ്ഡിറ്റ് നെഹ്റുവിന് കിട്ടാതെ പോലും നേടാൻ കഴിയാതിരുന്ന നേട്ടം ഇത്തവണ നരേന്ദ്രമോദിക്ക് കിട്ടും. ഏതാണ്ട് 50% വോട്ടോടുകൂടി BJP NDA അധികാരത്തിൽ വരുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് ജൂൺ 4 വരെ കാത്തിരുന്നാൽ മതി. ജൂൺ 1-ാം തീയതി എക്സിറ്റ് പോൾ വരുമ്പോൾ ഏറെക്കുറെ ചിത്രം ബോധ്യമാകുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത്രമാത്രം അനുകൂലമാണ് രാജ്യത്തെ സ്ഥിതിഗതികൾ. ഈ പ്രതിപക്ഷം മുന്നണി ഉണ്ടാക്കി, കൂട്ടുകെട്ടുണ്ടാക്കി എന്നൊക്കെ പറയുമ്പോഴും അതൊന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തെ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയെ, ഗവൺമെന്റിനെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇതോടുകൂടി വെളിവായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ആത്മവിശ്വാസമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഹിസ്റ്റോറിക് എലക്ഷൻ. ഹിസ്റ്റോറിക് എലക്ഷൻസ് മീൻ ഇന്നേ വരെ ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും നേടാൻ കഴിയാത്തത്ര വലിയ ശതമാനം വോട്ടോടുകൂടി നരേന്ദ്രമോദി 3-ാം ടേമിൽ തിരിച്ചു വരുന്നു എന്നതാണ് അതിന്റെ പ്രാധാന്യം. 3-ാം ടേമിൽ തിരിച്ചു വരുന്നു എന്നതാണ് അതിന്റെ പ്രാധാന്യം. ശരി.